പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ജോബി നാണം കെടുത്തുകയാണ്. കൊലയാളിയായ നിൻ്റെ ഭർത്താവിനെയും കൊണ്ട് നീ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. ഇനി നീ ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല. പോലീസിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവർ വരും, നിൻ്റെ ഭർത്താവിനെ പൊക്കും. അതിനുശേഷം കൂലിയുടെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം എന്ന് വേദയെടുത്ത് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഭീഷണി കേട്ട് ഞാൻ പേടിച്ചോടുമെന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ല. ഈ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട വേതനം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം ഒരു പൈസ പോലും തരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അന്നേരം മോളി ചേച്ചിയും പറയുന്നുണ്ട്, ഇവ കൊച്ചിനെയും ഈ കൊച്ചിൻ്റെ ഭർത്താവിനെയും പോലീസ് കൊണ്ടുവന്നെങ്കിൽ അത് പിന്നുള്ള കാര്യമില്ലേ. ഞങ്ങളുടെ ആവശ്യം അതൊന്നുമല്ല. സാറ് ഞങ്ങളുടെ വേതനം കറക്റ്റായിട്ട് തരണം. അതിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. തീരുമാനമൊക്കെ ഞാൻ കമ്പനിയിൽ അറിയിച്ചോളാം. ഈ പെണ്ണ് പറയുന്നതും കേട്ട് സമരത്തിനിറങ്ങി നിങ്ങളുടെ ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെടുത്താനാണ് ഇവൾ നോക്കുന്നേ എന്ന് പറയുകയാണ്. അത് ഞാൻ വേണ്ടുന്ന പോലെ ചെയ്യാം എന്നും പറഞ്ഞ ജോബിയാണെങ്കിൽ ബൈക്ക് എടുത്തങ്ങ് പോകാൻ. അപ്പം അവരെല്ലാവരും കൂടെ വന്ന് തടയുന്നുണ്ട്. അവസാനം വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴത്തേക്ക് പൊക്കോ, എന്ത് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നടക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. അതിനു മുമ്പ് നിന്നെയും നിൻ്റെ ഭർത്താവിനെയും പോലീസ് ഇവിടുന്ന് പൊക്കുന്ന കാഴ്ച ഞാൻ കാണുമെന്ന് പറയാണ്. അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ട് വേദയ്ക്ക്. എന്നാലും ധൈര്യത്തോടെ നിൽക്കുകയാണ് ജോബിയുടെ മുന്നിൽ. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ വേദ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദയെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദയാണെങ്കിൽ അവിടെ തോട്ടത്തിൽ നടന്ന കഥകളൊക്കെ പറയുന്നുണ്ട്. അയാൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമ്മളെ തിരക്കി പോലീസ് ഇവിടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, അതിന് നീ പേടിക്കുന്ന എന്തിന്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തോട്ടത്തിലെ മാനേജറുടെ കള്ളത്തരത്തിൻ്റെ കാര്യവും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്താ വേണ്ടുന്ന പോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അച്ഛൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം അച്ഛനോട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളിവിടെ വന്ന് താമസിക്കുന്നു പറഞ്ഞിട്ട് ആരെയും കൊന്നിട്ടില്ലല്ലോ. അത് വെറും ആരോപണം മാത്രമല്ലേ എന്ന് പറയുകയാണ്. വേദ പറയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ജോബി പറഞ്ഞ പ്രകാരം പോലീസാണെങ്കിൽ ജോബിയെ കാണുന്നുണ്ട്. എസ് ഐ ജോബിയുടെ കൂട്ടുകാരനാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ജോബി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നമ്മൾ ഈ കാണുന്ന വീഡിയോ കണ്ടു ഒരിക്കലും അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവർ പറയുന്ന ഈ കഥ കൂടുതൽ അന്വേഷിക്കണം, എന്നാലേ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് അറിയാൻ പറ്റൂ. പിന്നെ ഇതിനെ നിൽക്കുന്നത് വാസവൻ എന്ന ഒരു വലിയ പാർട്ടിക്കാരനാണ്. അയാളോട് കളിക്കണമെങ്കിൽ ഈ പറയുന്ന വിക്രം അത്ര ചില്ലറക്കാരനൊന്നുമല്ല. അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ അയാളോട് മുട്ടാനൊന്നും പോകണ്ട. അവൻ ഈ പറയുന്ന പോലെ കൊലപാതകം എങ്ങാനുമാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ അവനോട് പിന്നെ കണ്ട് സംസാരിക്കാം. ആദ്യം ഈ കേസിനെക്കുറിച്ച് കൂടുതലും പഠിക്കട്ടെ. ഇവൻ ഇതിനകത്ത് ഉണ്ടോ അതോ ഇത് പറയുന്ന കള്ളത്തരമാണോ എന്നൊക്കെ നമ്മൾ ആദ്യം അന്വേഷിക്കണം. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ന്യൂസിൻ്റെ ബലത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ആ പെണ്ണെന്ന് പറഞ്ഞ ഒരു ജഡ്ജിയുടെ മകളാണെന്ന് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കളിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് പറയാണ്. അപ്പോൾ ജോബി പറയാണ്, എനിക്കൊരബദ്ധം പറ്റി. അന്ന് ആ പേപ്പർ കൊണ്ടുവന്ന് സൈനിടാൻ അവിടെ കൈ കൊടുത്തു. അവൾക്ക് കൃത്യമായിട്ട് എഴുത്തും വായനയും അറിയാമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ച് ഈ മേഖലയിൽ വന്നൊരു ജോലി ചെയ്യണമെങ്കിൽ അവൾക്ക് അത്ര പഠിപ്പ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരിക്കലും വരത്തില്ലല്ലോ. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. ആ പേപ്പർ അവൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയായിരുന്നു. ഇപ്പം കാര്യങ്ങളെല്ലാം തൊഴിലാളികളെ അറിയിച്ചേക്കുവാണ്. കാരണം കൃത്യമായി വേതനം കൊടുക്കാതെയാണ് ഞാൻ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുള്ള കാര്യം അവൾ തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം എസ് ഐ പറയാണ്, അത് പണി കിട്ടിയല്ലോ ജോബി എന്ന് പറയുകയാണ്. നിൻ്റെ ജോലി വരെ നഷ്ടമാവാനുള്ള കാരണമുണ്ടല്ലോ. ഇതിപ്പം കമ്പനി അറിഞ്ഞാൽ നിന്നെ പിടിച്ച് പുറത്താക്കുമല്ലോ. അപ്പോൾ ജോബി പറയണം, അതാ ആകെപ്പാടെ ടെൻഷൻ. മാത്രവുമല്ല അവൾ ആ വേദയാണെങ്കിൽ തൊഴിലാളികളെല്ലാം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അവരിന്ന് എൻ്റെ മുന്നിൽ സമരം വെച്ചു, എന്നെ പിടിച്ച് നിർത്തിയെന്ന് പറയുകയാണ്. അതിനുള്ള ധൈര്യം കിട്ടിയത് ആ വേദിയിൽ നിന്നാണെന്ന് ജോബി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് സാറേ ഞാൻ ഈ കാര്യം സാറിനെ വിളിച്ചറിയിച്ചത്. എത്രയും പെട്ടെന്ന് രണ്ടിനെയും ഈ ഒരു മലമൂട്ടി ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയാൽ അത്രയും നല്ലത്. ഇവിടെ നിൽക്കും തോറും എനിക്ക് കൂടുതൽ പ്രശ്നമാണെന്ന് പറയാണ്. അപ്പോൾ എസ് ഐ പറയാണ്, നീ പറയുന്നത് കേട്ടും അല്ലെങ്കിൽ ഒരു വീഡിയോ കേട്ട് ഓടിപ്പോയി അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും കേസിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കട്ടെ. പിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്, എന്താ കേസിൻ്റെ കിടപ്പെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ജോബി പറയുന്നുണ്ട്. അപ്പം ജോബിയുടെ എസ് ഐയും പറയുന്നുണ്ട്, നീയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നീ കളിക്കുന്നത് നിസ്സാരക്കാരോടാണെന്ന് നിൻ്റെ ഒരു വിചാരം വേണ്ട. ഒന്നുമില്ലെങ്കിൽ ആ പെൺകുട്ടി ജഡ്ജിയുടെ മകളാണ്. അപ്പം അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും അതിന് കാണുമെന്ന് പറയുകയാണ്. ജോബി ഒന്നും മിണ്ടുന്നില്ല. ഇതിനിടയ്ക്ക് വേദയും വിക്രവും കൂടുതൽ പ്രണയിക്കുകയാണ്. എന്തായാലും ജോബിയുടെ ശല്യമൊന്നും അവർക്കുണ്ടാവുന്നില്ല. അപ്പം വേദ ജോബിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയെങ്കിലും പിന്നെ അവൻ നമ്മളെ തിരക്കിയ
SIയോ പോലീസോ ഒന്നും വന്നില്ലല്ലോ എന്ന് പറയാണ്. ഇപ്പോൾ വിക്രം പറയാണ്, ഈ മിണ്ടാതിരിക്കുന്നത് നമ്മൾ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ കേസിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ളൊരു സമയം അത്രയും മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വേദ കേസിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും അകലെ നിന്നിട്ടും നമുക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ വിക്രം. എവിടെ പോയാലും ഓരോരോ പ്രശ്നം. നാട്ടിൽ പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്ന സമയത്ത് നമുക്ക് ഒന്ന് സന്തോഷിക്കാനോ പ്രണയിക്കാനോ പറ്റിയില്ല. അന്ന് നമ്മൾ തമ്മിലടി. ഇവിടെ വന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം ജീവിക്കാൻ നോക്കുമ്പോൾ ഓരോരോ പ്രശ്നം. ഇപ്പോൾ ജോബിയുടെ രൂപത്തിൽ പ്രശ്നം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, മാത്രവുമല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആരോ നമ്മുടെ പിറകെ തന്നെയുണ്ട്. ആ വീഡിയോ ഈ സമയത്ത് ചുമ്മാ അതൊന്നും വന്നതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ആരോ മനഃപൂർവ്വം നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. പഴയ വീഡിയോ ആണ്. പണ്ട് നമ്മുടെ വിവാഹം നടന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഇപ്പോൾ അത് പുറത്ത് വിട്ട് അതിനകത്ത് കൊലയാളിയായ വിക്രം നിർബന്ധിച്ച് താലി കിട്ടിയ വേദ എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നേക്കുന്നത്. അത് ചുമ്മാതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഒരിക്കലുമല്ല. ഇത് നമ്മൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മൾ പുറത്ത് ചടിക്കാൻ വേണ്ടിയുള്ള ആരുടെയോ ബുദ്ധിയാണെന്ന് പറയാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, ഇത് വാസവൻ്റെ ബുദ്ധിയായിരിക്കും. അപ്പം വേദ പറയുന്നുണ്ട്, വാസവൻ്റെ മാത്രമായിരിക്കണമെന്നില്ല, എൻ്റെ സഹോദരൻ ശ്രീകാന്ത് ഉണ്ടല്ലോ, അവനും കാണും. അവനല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ടുള്ള ആവശ്യം. നമ്മളെ ഇനി പുറം ലോകം കാണിക്കല്ലെന്നും വിക്രത്തെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവനല്ലേ. അപ്പം അവനും ഇതിൻ്റെ പിന്നിൽ കാണുമെന്ന് വേദ പറയുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നുണ്ട് പറയാണ്, എന്നും നമുക്കിങ്ങനെ ഓടാനും ടെൻഷനടിച്ച് ജീവിക്കാനേ പറ്റത്തുള്ളൂ വിക്രം എന്ന് പറയാണ്. ഇപ്പം വിക്രം പറയാണ്, പണ്ട് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമെന്നോണം ഞാൻ ഈ കിടന്ന് ഓടുന്നത്. കൂടെ ഒരു ശാപം പോലെ നീ എൻ്റെ കൂടിയല്ലോ. അന്നത്തെ ആ ഒരു ദിവസം, അന്ന് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, വിക്രം അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ ജീവിതം അവിടെ തുടങ്ങണമെന്നായിരിക്കും ദൈവം വിചാരിച്ചത്. അതുകൊണ്ടല്ലേ എനിക്ക് വിക്രത്തെ കിട്ടിയെന്ന് വേദ പറയുന്നുണ്ട്. മാത്രമല്ല ദൈവമാണ് എന്നെ കാണിച്ചിരുന്നത്. വിക്രത്തിൻ്റെ കൂടെ ഞാൻ തന്നെ ജീവിക്കണം എന്ന് എന്നെ തോന്നിച്ചത് ദൈവമാണെന്ന് വേദ പറയാണ്. അപ്പം വിക്രമാണെങ്കിൽ വേദയെ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു വക്കീലിൻ്റെ ഭാര്യയായി ജീവിക്കേണ്ട നിന്നെ ഈ ഒരു നരകത്തിലേക്ക് ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിക്രം ഒരിക്കലും അങ്ങനെ പറയല്ലേ. ഇപ്പം ഞാൻ എന്തിനേക്കാക്കി കൂടുതൽ വിക്രത്തിൻ്റെ കൂടെ ഈ ഇരിക്കുന്ന നിമിഷമാണ് സന്തോഷവതി എന്ന് പറയുകയാണ്. ദർശനെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പോലും ഒരിക്കൽ പോലും ഞാൻ ദർശനോട് പ്രണയം തോന്നിയിട്ടില്ല. പ്രണയം എനിക്ക് വിക്രത്തിനോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. വിക്രത്തിൻ്റെ കൂടെയുള്ള അടിയും കുറുമ്പ് കാട്ടുന്ന ആ നല്ല നിമിഷങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളെന്ന് വേദ പറയുകയാണ്. പിന്നെ ഇപ്പം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഞാൻ വിക്രത്തിന് കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും എങ്ങൊന്നും കിട്ടാത്ത ഒരു സുരക്ഷ വിക്രത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് മതി. അതാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നതെന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിനോട് ചേർന്നിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ വേദയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിൽ വേദയും വിക്രവും അവരുടെ പ്രണയത്തോടെ അവർ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനും ഈ വീഡിയോ ഇട്ടിട്ടും ആരുടെ ഒരു സൈഡിൽ നിന്ന് ഒരു അനക്കവും അല്ലെങ്കിൽ അവരെവിടാണെന്നുള്ള ഒരു സൂചന പോലും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ വീഡിയോ ഇട്ടിട്ട് നിനക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഇല്ല, ആരുടെയും ഒരു അനക്കവും കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കാര്യം. അവൻ ഏതോ നല്ല മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും അവനെ പുറത്ത് ചാടിക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടെ ഉള്ളത് വേദയില്ലേ, അവളെ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അവൾക്ക് നല്ല കാഞ്ഞ ബുദ്ധിയാണ്. ഒന്നുമില്ലെങ്കിലും ഒരു വക്കീലാണ്. നിൻ്റെ അച്ഛൻ്റെ ബുദ്ധി കിട്ടിയിട്ടുള്ളത് അവൾക്കാണ്. അതുകൊണ്ടല്ലയോ നിൻ്റെയൊക്കെ വീട്ടിൽ തന്നെ അവനെ ഒളിപ്പിച്ച് ഇത്രയും കാലം കൂടെ കൂട്ടിയത്. എന്തായാലും ഞാൻ അങ്ങനെ തോക്കാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛാ എന്ന് ശ്രീകാന്ത് പറയാണ്. ഞാൻ എവിടെ ആയാലും രണ്ടിനെയും പുറത്ത് ചാടിക്കും. കൂടെ ആ അനിയൻകുട്ടനെ എല്ലാത്തിനെയും ഞാൻ പുറത്ത് ചാടിക്കും. പിന്നെ ആ വിക്രവും അനിയൻകുട്ടൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കുകയും ചെയ്യും. പിന്നെ അവൾ പിന്നെ ഞാൻ പറയുന്നത് കേട്ടേ അവൾ ജീവിക്കത്തുള്ളൂ. ഞാൻ എന്ത് പറയുന്നതോ അതും കേട്ട് അനുസരണയോടെ അവൾ ജീവിക്കും. അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന് ശ്രീകാന്ത് പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ എപ്പോഴും ചെയ്യുമെന്ന് മാത്രം പറയാതെ നീ ചെയ്ത് കാണിക്കേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പള്ളിയിൽ മൈക്കിൾ അച്ഛനാണെങ്കിൽ കമ്പനിയിൽ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ ജോബിയുടെ കള്ളത്തരമൊന്നും അറിയത്തില്ലായിരുന്നു. അവർ കൃത്യമായി വേതനം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ഇത്രയും തൊഴിലാളികൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ജോബി തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ജോബിയാണെങ്കിൽ കമ്പനിയിൽ വിളിച്ച്
ഞങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും തോട്ടം തൊഴിലാളികളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് ജോബിയുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ സമരവും മറ്റുമായിട്ട് ബഹളം വെക്കുകയാണ്. ജോബിക്കാണെങ്കിൽ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ മൈക്കിൾ അച്ഛൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ജോബിയുടെ അടുത്തേക്ക് വരികയാണ്.